ഞാൻ അവി ഡിജിറ്റലുകൾക്ക് വരുമ്പോൾ എനിക്ക് എന്തായാലും പുതിയ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് മിങ്കിളാൻ കുറച്ച് ടൈം എടുത്തെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കംഫർട്ടായിരുന്നു. ഞാൻ എന്ന് പറയുന്നത് MA കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ലാപ്പുമായിട്ട് വലിയൊരു കണക്ഷൻ ഒന്നുമില്ല. ഞാൻ ലാപ്പ് അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഈ ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ലാപ്പ് എന്തായാലും വേണമല്ലോ, നമ്മൾ എന്തായാലും അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് എന്തായിരിക്കും, എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ വന്ന ശേഷം ഇവിടെയുള്ള ഫ്രണ്ട്സ് ആയാലും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എന്നെപ്പോലെ തന്നെ ലാപ്പുമായിട്ട് അധികം ഒരു യൂസേജ് അറിയില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ കുറച്ചും കൂടി എനിക്ക് കംഫർട്ടായി ഫ്രീ ആയി തോന്നി. പിന്നെ കൂടാണ്ട് തന്നെ ഇവിടുത്തെ സാർമാരായാലും വളരെ കാഷ്വലായിട്ട് തന്നെ വന്നിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു എന്താ പറയുക, ഒരു ഡിസ്കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. പിന്നെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം ലാപ്പിൽ തന്നെ ചെയ്ത് ഓക്കെ ആയി. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്കോപ്പുള്ളതാണ്. ഇപ്പം ഞാൻ പഠിച്ച് വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തന്നെയാണ്. ഇത് വർക്ക് ചെയ്യാനാവട്ടെ, ആദ്യമൊക്കെ കുറച്ച് പേടിയുണ്ടെങ്കിലും പിന്നെ കുറച്ച് വർക്ക് ഹോളിക്കായി തന്നെ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവി ഡിജിറ്റലിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു ഹാപ്പി മൊമെൻ്റ് എന്ന് പറയുന്നത്, അവിടെ പഠിക്കുമ്പോൾ എല്ലാവർക്കും ഒരു വെബ്സൈറ്റ് കൊടുക്കും. ആ വെബ്സൈറ്റ് റാങ്ക് ചെയ്യിക്കണം. അപ്പോൾ റാങ്ക് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആവുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ വെബ്സൈറ്റ് റാങ്ക് ചെയ്ത ഈ ഒരു മൊമെൻ്റാണ് എനിക്ക് ഹാപ്പി മൊമെൻ്റായിട്ട് തോന്നിയത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ എന്തെല്ലോ പഠിച്ചു അന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവി ഡിജിറ്റൽ എന്ന് പറയുന്നത് എന്താ പറയുക, ആർക്കായാലും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വരുന്ന ആർക്കായാലും അതൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ബിക്കോസ് എനിക്ക് അതിലൂടെ എൻ്റെ കരിയറിലേക്ക് എൻ്റെ കരിയർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എനിക്ക് എന്താണ് കൂടുതലായിട്ട് കിട്ടിയത്, അതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് അവി ഡിജിറ്റലിലൂടെ പറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവി ഡിജിറ്റൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും.